നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് നാട്ടിക മണ്ഡലം കമ്മിറ്റി. CC മുകുന്ദൻ അരനൂറ്റാണ്ടിലേറെ കാലം CPIയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന നാട്ടിക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിട്ടുള്ള CC മുകുന്ദനെ CPIയുടെ അംഗത്വത്തിൽ നിന്നും പാർട്ടി നേതൃത്വം പുറത്താക്കിയിരിക്കുന്നു. മണ്ഡലം കമ്മിറ്റിയാണ് തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. CC മുകുന്ദന്റെ നിലവിലെ ഘടകം മണ്ഡലം കമ്മിറ്റിയാണ്. മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് പുറത്താക്കിയിരിക്കുന്നത്. അതിവേഗത്തിലുള്ള നടപടിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ ചേർത്ത് കൂടെ നിർത്തി കൊണ്ടുപോകുമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ തീരുമാനം അദ്ദേഹം അതിനോടൊരു സമവായപ്പെടാൻ തയ്യാറാവാതെ CPIക്കെതിരെയും പാർട്ടിക്കെതിരെയും പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ തുടർന്നും ആവർത്തിച്ചതിന് പിന്നാലെയാണ് അതിവേഗത്തിലുള്ള നടപടി. നിശിതമായ വിമർശനങ്ങളാണ് ഇന്ന് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലിലും മുകുന്ദൻ MLAക്കെതിരെ ഉയർന്നു വന്നത്. മുകുന്ദൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും വർഗവഞ്ചകനാണെന്നും അടക്കമുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പും നാട്ടിക മണ്ഡലം കമ്മിറ്റി പുറത്തിറക്കിയിരിക്കുന്നു. CC മുകുന്ദൻ നിരന്തരമായി പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇത്തരം അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി പല തവണകളിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് തിരുത്തൽ വരുത്താൻ പാർട്ടി ശ്രമിച്ചതാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും മാറ്റി DCയിൽ നിന്നും മാറ്റി നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗമാക്കിയിരുന്നു. പക്ഷേ അതിനോടൊന്നും സഹകരിക്കാനുള്ള മനോഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI ജില്ലാ നേതൃത്വം എത്തിയിട്ടുള്ളത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് മാത്രമല്ല ലെവിനെ, ഈ ഗീതാ ഗോപിയുടെ യോഗ്യത അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ടായിരുന്നു CC മുകുന്ദൻ. അപ്പോഴും ഈ യോഗ്യതയൊക്കെ പറയുന്ന ഘട്ടത്തിൽ കൂടി CC മുകുന്ദൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു, തന്നോടൊന്ന് സംസാരിക്കാൻ പോലും നേതൃത്വം ഒന്നും തയ്യാറായില്ല എന്ന്. അപ്പം ഇനി അതിനൊരു സ്പേസും ഇല്ല. തീർച്ചയായും പാർട്ടി നിശ്ചയിച്ച തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടിക്കെതിരെയും പാർട്ടി പ്രവർത്തകർക്കെതിരെയും കടുത്ത നിലപാട് സ്വീകരിക്കുകയും പരോക്ഷമായും പ്രത്യക്ഷമായും എല്ലാം ഓരോ നേതാക്കളെയും MLA ആയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കെതിരെയും ഒക്കെ കടുത്ത വിമർശനവും മറ്റു ആരോപണങ്ങളും ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അതിവേഗത്തിലുള്ള നടപടി. ഒരു പാർട്ടി അംഗവും പാർട്ടിയുടെ MLAയും എന്ന നിലയിൽ പാലിക്കേണ്ടതായിട്ടുള്ള അച്ചടക്കം ഈ മുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങേയറ്റം ഗുരുതരമായ കടുത്ത അച്ചടക്ക ലംഘനമാണ് CC മുകുന്ദൻ നടത്തിയിരിക്കുന്നത് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മുകുന്ദനെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള അച്ചടക്ക നടപടി എന്ന നിലയിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ നടപടി പാർട്ടിയുടെ തൃശൂർ ജില്ലാ കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി നാട്ടിക മണ്ഡലം കമ്മിറ്റിയാണ് നടത്തിവരുന്നത്. ചെറുപ്പകാലം മുതൽ അന്തിക്കാട്ടെ പാർട്ടി പ്രവർത്തകനായിരുന്ന CC മുകുന്ദനെ പാർട്ടി അങ്ങേയറ്റം കരുതലോടെ സംരക്ഷിക്കുകയും പ്രോത്സാഹനം നൽകിയും വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ പാർട്ടി അംഗങ്ങളിൽ ഭൂരിപക്ഷം പാർട്ടി സഖാക്കളും അങ്ങേയറ്റം സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളായിട്ടും പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളാണെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിഗണന നൽകിക്കൊണ്ട് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ MLA ആക്കി വളർത്തിയെടുത്തു. പക്ഷേ അതിനോടൊന്നും ഒരു നീതിപരമായിട്ടുള്ള സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും CPIയെ സംബന്ധിച്ചുകൊണ്ട് നാട്ടിക മണ്ഡലത്തിൽ അവർ CC മുകുന്ദനെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF പാളയത്തിലെത്തി UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുകുന്ദൻ മത്സരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള അതിവേഗ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തന്നെയാണ് CPI അവിടെ തയ്യാറെടുക്കുന്നത്. CPM ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. ഇരു പാർട്ടികളും LDFന്റെ പ്രധാനപ്പെട്ട പാർട്ടികളും മുകുന്ദനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ള ഒരു ധാരണയുടെ കൂടി എത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും തീർച്ചയായും ലെവനെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയുമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല CC മുകുന്ദൻ. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളന വേദി ബഹിഷ്കരിച്ച് മുകുന്ദൻ പുറത്തു വന്നതുമൊക്കെയും നമ്മൾ വളരെ വിശദമായി തന്നെ അക്കാലത്തൊക്കെ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ ഒറ്റത്തവണ മാത്രം മത്സരിച്ച് തന്നെ ഒഴിവാക്കി ഗീതാ ഗോപിക്ക് 3ാം ഊഴം നൽകിയതിൽ കലഹിച്ചാണ് മുകുന്ദൻ പാർട്ടി വിട്ടത്. പിന്നാലെ അപ്പം ലെവിനെ, ഇപ്പം
ഈ പാർട്ടി വിട്ടതിന് ശേഷം താൻ അവിടെ നാട്ടികയിൽ സ്വതന്ത്രരായി മത്സരിക്കും, തന്നെ UDF പിന്തുണയ്ക്കുമെന്ന് പറയുന്നുണ്ട് CC മുകുന്ദൻ ആവർത്തിച്ച് ഇപ്പോഴും. പക്ഷേ പ്രാദേശിക നേതൃത്വത്തിൻ്റെയൊക്കെ എതിർപ്പുണ്ടെന്ന് അറിയുന്നു. ഈ മുകുന്ദൻ സ്വതന്ത്രരായി മത്സരിക്കുകയും അതിന് UDF പിന്തുണ കൊടുക്കുകയും ചെയ്താൽ അവിടെ മറ്റൊരു പൊട്ടിത്തെറി കോൺഗ്രസിലും UDF-ലും ഒക്കെ ഉണ്ടാകുമെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പാർട്ടിയിൽ നിന്നും CPI-യിൽ നിന്നും പുറത്താക്കിയ ഈ സാഹചര്യത്തിൽ ഗീതാ ഗോപിക്കെതിരെ നാട്ടികയിൽ മുകുന്ദനെ പ്രതീക്ഷിക്കാം സ്വതന്ത്രനായി. മുകുന്ദൻ തന്നെ ആയിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പരസ്യമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും അതോടൊപ്പം തന്നെ MLA-ക്കുമെതിരെ അടക്കം മുൻ MLA-ക്കുമെതിരെ അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തര നടപടി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം അനുസരിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോകാൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയോടും ജില്ലാ കൗൺസിൽ അവസാനിച്ചതിന് പിന്നാലെ തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശത്തിന് ശേഷമാണ് അതിവേഗത്തിൽ നാട്ടിക മണ്ഡലം കമ്മിറ്റി യോഗം ചേരുന്നതും അതിന് പിന്നാലെ തന്നെ മുകുന്ദനെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതുമെല്ലാം. ഏതായാലും അതിവേഗ നടപടിയാണ് CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കർശന നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇത് സംഘടനാ തലത്തിൽ താഴെ തട്ട് മുതൽ ലോക്കൽ കമ്മിറ്റി തലം വരെ ഈ നടപടി റിപ്പോർട്ട് ചെയ്യുകയും മുകുന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള തീരുമാനം അതിവേഗം എടുക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ ലെവിനെ, ശരി. അപ്പോൾ നാട്ടികയിലെ CPI-യുടെ അതിവേഗ നടപടി ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് മലയാളം. നാട്ടിക MLA CC മുകുന്ദനെ പുറത്താക്കാൻ CPI തീരുമാനിച്ചിരിക്കുന്നു. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ന്യൂസ് മലയാളമാണ്.